ഇസ്രായേൽ ചരിത്രം അധ്യായം 2. വേരുകൾ വിട്ട് വാഗ്ദത്തത്തിലേക്ക്. ടെല്ലവീവിലെ ഹാളിൽ പ്രഖ്യാപനത്തിൻ്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഏലിയാഹു കേട്ടത് മറ്റൊരു ശബ്ദമായിരുന്നു. അത് മനുഷ്യൻ്റെ ശബ്ദമായിരുന്നില്ല. നൂറ്റാണ്ടുകളെ മറികടന്ന് ചരിത്രത്തിൻ്റെ ആദ്യ താളുകളിൽ നിന്ന് മുഴങ്ങിയ ഒരു ദൈവിക വിളിയായിരുന്നു. മെസൊപ്പൊട്ടേമിയയുടെ ഹൃദയഭാഗത്ത്, യൂബ്രട്ടീസ് നദിയുടെ തീരത്ത്, ഊർ എന്ന മഹാനഗരം പ്രഭാത സൂര്യൻ്റെ വെളിച്ചത്തിൽ ഉണരുകയായിരുന്നു. അവിടെയായിരുന്നു അബ്രാം ജനിച്ചത്. ആ നഗരത്തിലെ മണ്ണിൽ അവൻ്റെ ബാല്യത്തിൻ്റെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. അവിടുത്തെ വഴികളിലൂടെ അവൻ ഓടിക്കളിച്ചു. അവിടുത്തെ പൊടിയിൽ വീണെഴുന്നേറ്റു. അവിടെയായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഓർമ്മകൾ. ഒരു മനുഷ്യന് തൻ്റെ ജന്മനാടെന്നത് ഒരു സ്ഥലം മാത്രമല്ല, അതവൻ്റെ തിരിച്ചറിയലാണ്. അവൻ്റെ ഭാഷ, അവൻ്റെ ചിരി, അവൻ്റെ കണ്ണീർ, അവൻ്റെ വേരുകൾ. പക്ഷെ ഒരു ദിവസം ആ ശാന്തമായ ജീവിതത്തിലേക്ക് സ്വർഗം സംസാരിച്ചു. നിന്റെ ദേശത്തെയും നിന്റെ ബന്ധുക്കളെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. അതൊരു നിർദ്ദേശമായിരുന്നില്ല, ഒരു ഉപദേശവുമല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ പരമാധികാരമുള്ള വിളിയായിരുന്നു അത്. ആ വിളിയിൽ ലക്ഷ്യത്തിൻ്റെ മുഴുവൻ വിവരങ്ങളുണ്ടായിരുന്നില്ല. ഒരു ഭൂപടവുമില്ല, ഒരു ദൂരവുമില്ല, ഒരു സമയപരിധിയുമില്ല. ഉണ്ടായിരുന്നത് ഒരേ ഒരു ഉറപ്പ് മാത്രം: ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവും. ആ രാത്രി അബ്രാമിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കൂടാരത്തിന് പുറത്തേക്കിറങ്ങി അവൻ തൻ്റെ നഗരം നോക്കി. ഇനി ഒരിക്കലും തിരികെ കാണാനിടയില്ലാത്ത വഴികൾ. കുഞ്ഞായിരിക്കുമ്പോൾ കളിച്ച മുറ്റം, അപ്പൻ്റെ ശബ്ദം, ബന്ധുക്കളുടെ മുഖങ്ങൾ എല്ലാം പിന്നിലാകാൻ പോകുന്നു. സാറായിയും നിശബ്ദയായിരുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അവൾ ചോദിച്ചിരിക്കാം. അബ്രാമിൻ്റെ മറുപടി ഒരേ ഒന്നായിരുന്നിരിക്കാം: എനിക്കറിയില്ല, പക്ഷെ വിളിച്ചവനെ എനിക്കറിയാം. അടുത്ത പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പേ യാത്ര തുടങ്ങി. ഒട്ടകങ്ങൾ സജ്ജമായി, ദാസന്മാർ സാധനങ്ങൾ ഒരുക്കി, ബന്ധുക്കൾ യാത്രയയപ്പ് പറഞ്ഞു. ചിലരുടെ കണ്ണുകളിൽ അത്ഭുതം, ചിലരുടെ മുഖത്ത് പരിഹാസം. എവിടേക്കാണ് പോകുന്നത്? ആർക്കും വ്യക്തമായ ഉത്തരമില്ല. അബ്രാമിനുമില്ല. പക്ഷേ അവൻ നടന്നു. കാരണം വിശ്വാസം എന്നത് എല്ലാ ഉത്തരങ്ങളും അറിഞ്ഞ ശേഷം നടക്കുന്നതല്ല, വിളിച്ച ദൈവത്തെ വിശ്വസിച്ച് ആദ്യ ചുവട് വെക്കുന്നതാണ്. ആ ഒരു ചുവടാണ് ചരിത്രത്തിൻ്റെ ദിശ മാറ്റിയത്. ഇന്ന് ടെല്ലവീവിൽ ഒരു രാജ്യം ജനിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ അടിസ്ഥാനക്കല്ല് വെച്ചത് ഊർ പട്ടണത്തിൽ നിന്ന് കണ്ണുനീർ ഒളിപ്പിച്ച് യാത്ര തിരിച്ച ഒരു മനുഷ്യനാണ്. ഏലിയാഹു പതുക്കെ കണ്ണു തുറന്നു. ഹാളിൽ ബെൻഗൂറിയൻ പ്രഖ്യാപനം വായിച്ചു കൊണ്ടിരുന്നു. വൃദ്ധൻ്റെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അബ്രഹാമേ, അവൻ മനസ്സിൽ പറഞ്ഞു, നീ ഉപേക്ഷിച്ച വീടിൻ്റെ വേദന ഞങ്ങൾ മറന്നിട്ടില്ല. എന്നാൽ നിന്റെ അനുസരണമാണ് ഇന്ന് ഞങ്ങൾക്കൊരു വീട് തിരികെ നൽകിയിരിക്കുന്നത്. അവൻ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹാളിൽ ഒരു രാഷ്ട്രം ജനിക്കുകയായിരുന്നു. എന്നാൽ ഏലിയാഹുവിൻ്റെ ഹൃദയത്തിൽ ആ നിമിഷം വീണ്ടും ജനിച്ചത് ഒരു മനുഷ്യൻ്റെ അനുസരണത്തിൻ്റെ കഥയായിരുന്നു.